എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽക്കൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ജെ ബി. അംബാപ്പ D1 എന്ന് പറയുന്ന ഒരു ക്ലാസ് D ആംപ്ലിഫയറിൻ്റെ റിവ്യൂവിൻ്റെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ പാർട്ട് 1 കാണാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് കാണുക, എങ്കിൽ മാത്രമേ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കാരണം കറക്റ്റ് നടുക്ക് വെച്ച് മുറിച്ച് ഞാൻ 2 വീഡിയോ ഇട്ടാണ്, കാരണം അത്യാവശ്യം ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലാസ് D ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമ്മളിവിടെ അതിന് ശേഷം നമുക്ക് കിട്ടുന്ന 16ാമത്തെ റിവ്യൂ യൂണിറ്റാണ്. ഡൂക്കോഡി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് നമുക്കിത് അയച്ചു തന്നിട്ടുള്ളത്. അംബാപ്പയും ഡൂക്കും എന്ന് പറയുന്ന 2 ബ്രാൻഡോട് കൊളാബ് ചെയ്ത് ഇറക്കിയൊരു ക്ലാസ് D ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പാർട്ട് 1ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക, എങ്കിൽ മാത്രമേ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ മെയിൻ പവർ ആംപ്ലിഫയർ ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPA3255 എന്ന് പറയുന്നൊരു ചിപ്സെറ്റാണ്. നമുക്കറിയാം അതൊരു പുതിയ ചിപ്സെറ്റ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോഴും തന്നെ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുള്ള പല ക്ലാസ് D ആംപ്ലിഫയറുകളിലും സെയിം ചിപ്സെറ്റ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യമിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ 4 to 8 ohms ആണ് ഈ ഒരു ആംപ്ലിഫയറിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഇമ്പിഡൻസ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 4 ohms നോക്കുന്ന സമയത്ത് 4 ohms ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെയിം പവർ സപ്ലൈ വെച്ചിട്ട്, അതായത് 48 വോൾട്ട് 5 ആംപിയർ പവർ സപ്ലൈയിൽ ഏകദേശം 120 വാട്ട്സ് പെർ ചാനൽ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മളൊരു 6 ohmsലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും പവർ കുറഞ്ഞു വരുന്നുണ്ട്, 110 വാട്ട്സ് വരും. പിന്നെ ഒരു 8 ohms ആണ് ലോഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 100, 80, 90, 100 ആ റേഞ്ചിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈയും ലോഡിനനുസരിച്ച് വാട്ട്സ് വ്യത്യാസം വരും. മാക്സിമം ഒരു 120 വാട്ട്സ് വരെയാണ് പെർ ചാനൽ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്നത്. അത് പ്രാക്ടിക്കലി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഡിവൈസൊന്നും നമ്മുടെ ഇല്ല. ആസ് പെർ ദ ബ്രാൻഡ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈവൻ ദോ ഇതിനകത്ത് വളരെ ഭയങ്കര പവർഫുൾ അല്ലെങ്കിൽ വളരെ വോൾട്ടേജ് ഒക്കെ ഉള്ള ഒരു ഡിവൈസ് ഒന്നും അല്ല എങ്കിൽ പോലും ഇത് എപ്പോഴും ഇളക്കി കൈയിടുന്നത് അത്ര സേഫ് അല്ല. സേഫ്റ്റി ഫസ്റ്റ്. ഞാൻ ജസ്റ്റ് പവർ സപ്ലൈ ഊരാണ്, കാരണം ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ സപ്ലൈ കാണാൻ കഴിയുന്നത് 24 to 48 വോൾട്ട് വരെയാണ് ഇതിനകത്തേക്ക് എടുക്കുന്ന വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത്. ആംബിയർ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, എത്രത്തോളം ആംബിയർ കൊടുക്കുന്ന അത്രത്തോളം ബെറ്റർ. നമ്മുടെ 5, 10, 15 ആംബിയർ വരെയൊക്കെ പ്രശ്നമൊന്നുമില്ല. ഹീറ്റിംഗ് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പവർ സപ്ലൈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അംബാപ്പയുടെ തന്നെ ബ്രാൻഡിങ്ങോട് കൂടി വരുന്ന ഒരു ഗാലിയം നൈട്രേറ്റ് അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. 48 വോൾട്ട് 5 ആംപിയറിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അഡാപ്റ്റർ എന്ന് പറയുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ബനാന സോക്കറ്റാണ്, സ്പീക്കർ സോക്കറ്റിലാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത്. പിന്നെ പ്രീ ഔട്ട് വരുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കരുതാറുണ്ട്. എല്ലാ ആംപ്ലിഫയറിലും ഇത് ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മറ്റ് ആംപ്ലിഫയറുകൾ, അതായത് ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ലിവിങ് റൂമിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു സബ് വൂഫർ കണക്ട് ചെയ്യണം. ഇതൊരു 2.1 ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇത് 2.1 ആയിട്ട് സെറ്റ് ചെയ്യാൻ ഒരു നൈസ് ഓപ്ഷൻ ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒരു HPF ഒരു ഹൈ പാസ് ഫിൽറ്ററൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, അതിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഒരു ആക്റ്റീവ് സബ് വൂഫർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ആംപ്ലിഫയറുകളെ കണക്ട് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ഫോണും കണക്ട് ചെയ്യാം. പ്രീ ഔട്ടിന് തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് 12 വോൾട്ട് ട്രിഗർ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ട്രിഗർ ഇൻപുട്ട് ഓപ്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലിവിങ് റൂമിൽ സെറ്റ് ചെയ്യുകയാണ്, ഒരു AVRൻ്റെ കൂടെ കണക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സൗണ്ട് ബാറിൻ്റെ കൂടെ കണക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓഡിയോ പ്രീ സെക്ഷനിലുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിവൈസിൽ 12 വോൾട്ട് ട്രിഗർ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒറ്റ റിമോട്ടിൽ എല്ലാ ഡിവൈസും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു ആംപ്ലിഫയർ ഓൺ ചെയ്യുമ്പോൾ ഈ ആംപ്ലിഫയർ ഓൺ ചെയ്യണം. സംഭവം മെക്കാനിസം വളരെ സിമ്പിളാണ്. അത് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു 12 വോൾട്ട് സിഗ്നൽ ഇതിലേക്ക് സെൻഡ് ചെയ്യും. ആ ഒരു ട്രിഗർ ഇതുവഴി ഈ ഡിവൈസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഒരു ഡിവൈസിനെ മൊത്തമായിട്ട് ഓൺ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിവൈസ് പവർ ഓൺ ആയിരിക്കണം, മീൻസ് അത് കണക്ട് ചെയ്ത് റെഡി ആയിരിക്കണം. പിന്നെ നമ്മുടെ നോർമൽ RC ഇൻപുട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഭാഗത്തും അതുപോലെ തന്നെ RCയുടെ സോക്കറ്റിലൊക്കെ ആ ഒരു ക്യാപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു നോർമൽ സ്റ്റീരിയോ RCA ഇൻപുട്ട് ഈ ഒരു ആംപ്ലിഫയറിൽ കൊടുത്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ RCA സോക്കറ്റിന് തൊട്ട് താഴെയായിട്ട് 2 6.35 mm അല്ലെങ്കിൽ 1/4 ഇഞ്ച് ജാക്കിന് പറ്റിയിട്ടുള്ള 2 പോർട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ്ഡ് ഇൻപുട്ടാണ്. അതായത്
കുറച്ചുകൂടി പ്രൊഫഷണൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഫയൽ ലെവലിലേക്ക് ഓഡിയോ ഇൻപുട്ടിന് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അത് നമ്മുടെ TRS ഇൻപുട്ട്, നേരത്തെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. TRS ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ടിപ്പ് റിംഗ് സ്ലീവ്. ടിപ്പിൽ നമുക്കൊരു പോസിറ്റീവ് സിഗ്നൽ കൊടുക്കുന്നു, റിംഗിൽ നമ്മളൊരു നെഗറ്റീവ് സിഗ്നൽ, അതായത് ഒരു ഇൻവേർട്ടഡ് സിഗ്നൽ കൊടുക്കുന്നു. സ്ലീവിൽ വന്നിട്ട് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഷീൽഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് വരുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുള്ള നോയ്സ് റിഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നമ്മൾ നേരെ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് ആൻറ്റിന കാണാനായിട്ട് കഴിയും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നോർമൽ ബേസിക് കാര്യം. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ പാസ് ഫിൽറ്ററാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ നമുക്കൊരു 2.1 സെറ്റപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലൊരു പ്രീ ഔട്ട് ഉണ്ടല്ലോ, അതിലൊരു ആക്റ്റീവ് സബ് വൂഫർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സബ്ബിൽ ആ ഒരു ആക്റ്റീവ് സബ് വൂഫറിൽ ഇൻബിൽട്ട് ആയിട്ട് ഒരു ലോ പാസ് ഫിൽറ്റർ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ബേസ് മാത്രം, ലോ ഫ്രീക്വൻസി മാത്രം ഹാൻഡിൽ ചെയ്തോളും. പിന്നീട് ബാലൻസ് ആയിട്ട് വരുന്നത് ഈ ആംപ്ലിഫയറിലുള്ള 2 ചാനലാണ്. ഇതിൽ നമുക്ക് നോർമൽ കുഞ്ഞ് സ്പീക്കർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വലിയ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു ഹൈ പാസ് ഫിൽറ്റർ, അതായത് ഹൈ ഫ്രീക്വൻസി, മിഡ് തൊട്ട് ഹൈ ഫ്രീക്വൻസി വരെ മാത്രം കടത്തി വിടുന്ന രീതിയിൽ ട്യൂൺ ചെയ്യാനായിട്ടുള്ളൊരു കൺട്രോളാണ് ആ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അത് ഓൺ ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അത് ഓൺ ചെയ്ത് 20 ഹെഡ്സ് മുതൽ 30 ഹെഡ്സ് മുതൽ 200 ഹെഡ്സ് വരെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് സ്പീക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബേസിന് സബ് വൂഫർ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആക്റ്റീവ് സബ് വൂഫർ കൊടുത്തു. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൽ നിന്നുള്ള ബേസ് നമുക്ക് ആവശ്യം വരുന്നില്ല. നമുക്ക് മിഡ് റേഞ്ചും അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസിയാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്കിൽ അത് മാത്രം ഈ ഒരു ആംപ്ലിഫയർ ജോലി ചെയ്താൽ മതിയെങ്കിൽ നമുക്കിത് ട്യൂൺ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ 30 ഹെഡ്സിൽ മാത്രമായിട്ട് വെക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ ഫ്രീക്വൻസി ഇതിലൂടെ കടന്നു പോകും. അത് ട്യൂൺ ചെയ്ത് 200ലേക്ക് കൊണ്ട് വെക്കുന്ന സമയത്ത് ആ 30 മുതൽ 200 വരെയുള്ള ആ ലോ ഫ്രീക്വൻസികളെല്ലാം ഇത് കട്ട് ചെയ്ത് ആയിരിക്കും പോകുന്നത്. അതായത് ബേസ് കുറഞ്ഞുള്ളൊരു ഓഡിയോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നവർക്ക്. ഇതൊരു സ്റ്റീരിയോ അല്ലാതെ ഇതിൻ്റെ കൂടെ ഒരു ആക്റ്റീവ് സബ് വൂഫർ എക്സ്ട്രാ വെച്ച് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പം ഗെയിമിംഗ് സെറ്റപ്പ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു മൂവി കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, നമ്മൾ 2 ഇൻപുട്ടിനെ പറ്റി സംസാരിച്ചു. RC ഇൻപുട്ട് മുതൽ തന്നെ ബാലൻസ് ഇൻപുട്ടും. ഇനി അതിനകത്ത് മൂന്നാമത്തുള്ള മെയിൻ ഇൻപുട്ടാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഇൻപുട്ട്. നോർമലി ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ആ ഇൻപുട്ട് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ളത് കോൾകോമിൻ്റെ QCC304X എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ ഉപയോഗിച്ചത്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ പലതരം കോഡക്കുകൾ സപ്പോർട്ട് ചെയ്യും. SBC, AAC, aptX അതുപോലെ തന്നെ aptX HDയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ട്രാൻസ്മിഷൻ, അതായത് ലോസ്ലെസ് ഓഡിയോ ട്രാൻസ്മിഷൻ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് നിങ്ങളുടെ ഫോണിൽ ആ ഒരു ടൈപ്പ് കോഡക്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ, ലാഗ് ഒന്നും ഇല്ലാതെ തന്നെ ഹൈ ക്വാളിറ്റി തന്നെ ഓഡിയോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് നമുക്ക് ഊരുവാണെങ്കിൽ നമുക്കിവിടെ 2 ഓപ്പാമ്പ് കൊടുത്തിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ ഓപ്പാമ്പൊക്കെ നമുക്ക് റീപ്ലേസബിൾ ആണ്. NE5532 ഓപ്പാമ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പാമ്പ് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ 2604 അല്ലെങ്കിൽ 2134 അല്ലെങ്കിൽ MUSC S02 ഒക്കെ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. കോമ്പണൻസ് ഒക്കെ അത്യാവശ്യം നല്ല പ്രീമിയം കോമ്പണൻസ് ആണ് കേട്ടോ. നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ കപ്പാസിറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ മെയിൻ പവർ സപ്ലൈക്ക് വരുന്ന കപ്പാസിറ്റർ റുബിക്കോണിൻ്റെ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ജാപ്പനീസിൻ്റെ സഗാമി ഇൻഡക്റ്റേഴ്സാണ് ഇതിൽ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ബ്രാൻഡിങ് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ജപ്പാൻ്റെ തന്നെ വൈമ കപ്പാസിറ്റേഴ്സും ഇതിൽ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ചിപ്സെറ്റാണ് NJW1194 എന്ന് പറയുന്ന ചിപ്പാണ്. അതൊരു പ്രീ ആംപ് കൺട്രോൾ സെക്ഷനാണ്. അതായത് നമുക്ക് ഇതിനകത്ത് വരുന്ന പല ഇൻപുട്ടുകളുണ്ട്. RCA, ബാലൻസ്ഡ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഇൻപുട്ടുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബേസ്, ട്രിപ്പിള്, വോളിയം ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ സാധാ ആംപ്ലിഫയറിൽ കാണുന്ന പോലെ എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് കൺട്രോൾ ഇട്ടല്ല, ഇതെല്ലാം ഡിജിറ്റലിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് ഈ ഒരു IC ആണ് ഇതിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. ടോണിനെ ബൈപ്പാസ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ടോൺ കൺട്രോളോട് വിടുക, അല്ലെങ്കിൽ EQ മോഡ്, പല EQ മോഡിലേക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രീ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു IC ആണ് ഈ ഒരു NJW1194 എന്ന് പറയുന്നത്. എടുത്തു വരേണ്ട കാര്യം എന്നല്ലെങ്കിൽ പോലും വളരെ ഒരു ഫ്രണ്ട് എൻഡിൽ ഒരു ബ്രെയിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു IC ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു IC TPA3255 എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് ഡി പവർ ആംപ്ലിഫയർ IC കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെ ഇല്ല പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള PFFB ടെക്നോളജിയാണ്. അതായത് പോസ്റ്റ് ഫീഡ്ബാക്ക് ടെക്നോളജിയാണ്. നോർമലി ഉള്ള ക്ലാസ് ഡി ആംപ്ലിഫയർ, അതായത് ഈ പറഞ്ഞ TPA3255 IC ഉപയോഗിച്ചിട്ടുള്ള തന്നെ മറ്റ് ക്ലാസ് ഡി ആംപ്ലിഫയറുകളിലൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് വരുന്നത് എന്താ പറയുക, ഒരു ഫിൽറ്ററിങ് സ്റ്റേജിന് മുമ്പായിട്ടാണ്. അതായത് നോർമലി നമുക്ക് വരുന്ന ഓഡിയോ സിഗ്നലിനെയൊക്കെ ഒരു ഹൈ ഫ്രീക്വൻസി പൾസ് വിത്ത് മോഡുലേറ്റഡ് PWM സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്.
എന്നിട്ടാണ് ഔട്ട്പുട്ട് സ്റ്റേജിലേക്ക് പോകാറുള്ളത്. ആ ഔട്ട്പുട്ട് സ്റ്റേജിൽ വെച്ചിട്ട് ഒരു ലോ പാസ് ഫിൽറ്റർ, അതായത് ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും ഉപയോഗിച്ചിട്ടുള്ള ലോ പാസ് ഫിൽറ്റർ ഇതിനെ സ്മൂത്ത് ചെയ്തിട്ടാണ് ഒരു റിയൽ അനലോഗ് ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാറുള്ളത്. നോർമലുള്ള ക്ലാസ് ഡി ആംപ്ലിഫയറുകളിലൊക്കെ ഫീഡ്ബാക്ക് ഈ പറയുന്ന ഫിൽറ്ററിന് മുമ്പായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു PFP ടെക്നോളജി ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും ഔട്ട്പുട്ടിൽ നിന്നാണ് ഫീഡ്ബാക്ക് എടുക്കാറുള്ളത്. അതായത് റിയൽ സ്പീക്കർ ഔട്ട്പുട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഞാനിത് റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസാണ്. ഞാൻ ടെക്നിക്കലി ഇത് ചെക്ക് ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് പറയുന്നത്. തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക് എടുക്കുന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചിങ് എറേഴ്സൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റിയൽ സിഗ്നൽ തന്നെ സ്പീക്കറിലേക്ക് ചെല്ലുന്നുണ്ടോ നമുക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ലോഡ് ഡിഫറൻസ്, സ്പീക്കർ ഇംപിഡൻസ്, ഔട്ട്പുട്ട് ഫിൽറ്റർ, ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലീനർ അല്ലെങ്കിൽ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഓഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്നുള്ളത്. വാക്കിന്റെ മുൾമുനകം പുതിയ പ്രതീക്ഷയാ പൊന്നുകുളങ്ങൾ എന്നലേ ആരോ വെണ്ണിലാവേ ജാലകങ്ങൾ കേളിനിലാവൊരു പാലാഴി ഞാൻ പോരാടാൻ പടനിലമല്ലിയൊരാരാമം നീരാടി. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ അംപാപ്പ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ D1 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ക്ലാസ് ഡി റെട്രോ സ്റ്റൈൽ ആംപ്ലിഫയറിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു കുഞ്ഞൻ ആംപ്ലിഫയറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇങ്ങനെയുള്ള ആംപ്ലിഫയറുകളെ പറ്റി ഉള്ള കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.